ട്രിക്ക് നമ്പർ 9. ട്രിക്ക് നമ്പർ 9 ശ്രദ്ധിക്കണം പറയുമ്പോൾ. ഇതിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകും. ഇതിനൊക്കെ സ്ഥിരമായിട്ട് എന്ത് വരുന്ന ഭാഗങ്ങളാണ്, ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? കണ്ടീഷണൽ ക്ലോസ് ആണ്. എന്താണ് കണ്ടീഷണൽ ക്ലോസ്? കേട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. കണ്ടീഷണൽ ക്ലോസ്, കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് അവസ്ഥ എന്ന് പറയാനുള്ള അർത്ഥമുണ്ട്, അവസ്ഥ. രണ്ട് ഏതർത്ഥമുണ്ട്? വ്യവസ്ഥ എന്ന് പറയും. എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും എന്ന് പറയും? ഒരു നിബന്ധന അല്ലെ? ഈ സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം. കണ്ടീഷണൽ ക്ലോസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദാഹരണത്തിലേക്കാണ് വരുന്നത്. അതെന്താന്നുള്ളത് ഞാൻ പറയാം. കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധ്യത പറയാനാണ് നമ്മൾ എന്തുപയോഗിക്കാം. നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്ത് പറയാനാണ്? സാധ്യത പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സാധ്യത. അതിന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഈ വാക്ക്. ഏതാണ് ആ വാക്ക്? എങ്കിൽ. എന്താണ്? എങ്കിൽ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് പറയാനാണ്? ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, നീ തരുമെങ്കിൽ. കണ്ടോ? നീ തരുമെങ്കിൽ. എങ്കിൽ. കണ്ടില്ലേ? ഒന്നില്ലേ? എങ്കിൽ വന്നു ഇവിടെ അല്ലെ? നീ തരുമെങ്കിൽ ഞാൻ എടുക്കും. കണ്ടോ? നീ തരുമെങ്കിൽ ഞാൻ എടുക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? തന്നാലേ കിട്ടുകയുള്ളൂ. അതിനർത്ഥം എന്താണ്? തന്നാലേ എടുക്കുകയുള്ളൂ അല്ലെ? അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ തന്നാലേ എന്ത് ചെയ്യുകയുള്ളൂ? ഞാനത് എടുക്കുകയുള്ളൂ. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? തന്നില്ലെങ്കിൽ ഞാൻ എടുക്കില്ല. തന്നാൽ ഞാൻ എടുക്കും, തന്നില്ലെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യില്ല? അത് എടുക്കില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എടുക്കണമെങ്കിൽ എന്താണ്? തരണം. എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തരണം. തന്നാലേ എന്ത് ചെയ്യുകയുള്ളൂ? എടുക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് ഒന്ന്. ഇവിടെ നീ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് എടുക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്തൊരു മലയാളം തന്നെ ശ്രദ്ധിക്കാം. നീ പഠിച്ചാൽ ജയിക്കും. എന്താണ്? നീ പഠിച്ചാൽ ജയിക്കും. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ. നീ പഠിക്കുകയാണെങ്കിൽ എന്താണ്? ജയിക്കും. നീ പഠിക്കുകയാണെങ്കിൽ ജയിക്കും. അപ്പോ ഇവിടെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ജയിക്കണമെങ്കിൽ പഠിക്കണം. ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? പഠിക്കണം അല്ലെ? ജയിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം. പഠിച്ചാലേ എന്ത് ചെയ്യുകയുള്ളൂ? പഠിച്ചാലേ എന്ത് ചെയ്യുകയുള്ളൂ? ജയിക്കുകയുള്ളൂ. പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? അപ്പൊ ഒന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? നടക്കുന്നുള്ളൂ. മറ്റൊന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? നടക്കുന്നുള്ളൂ. ഇതാണ് എന്ത്? കണ്ടീഷണൽ ക്ലോസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്നുണ്ടെങ്കിലേ
ഒന്ന് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നോക്കാം. തല്ലുകയാണെങ്കിൽ എന്താണ്? തല്ലുകയാണെങ്കിൽ വേദനിക്കും. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ വേദനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കേസില് വേദനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തല്ലണം അല്ലെ? തല്ലിയാലേ എന്ത് ചെയ്യുകയുള്ളൂ? വേദനിക്കുകയുള്ളൂ. ഇതാണ് കണ്ടീഷൻ. വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേദന ഉണ്ടാവുമോ? വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന ഉണ്ടാവുമോ? തല്ലിയാലേ എന്തുള്ളൂ? വേദനയുള്ളൂ. ഇതാണ് കണ്ടീഷൻ. ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ മറ്റൊരു സംഗതി ഉണ്ടാവുന്നു. ഒരു വ്യവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ തിയറി ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യം ഇല്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേറിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ്. അല്ല തിയറി ഒന്നും പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല. ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി തരാം. ഇവിടെ കണ്ടീഷണൽ ക്ലോസ് ഉദാഹരണ സഹിതം ഞാൻ എഴുതി തരാം. നോക്കൂ, കണ്ടീഷണൽ ക്ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞു, കണ്ടീഷൻ ക്ലോസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. കണ്ടീഷൻ ക്ലോസിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. ഭാഗം എത്ര ഭാഗങ്ങളുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തെ വിളിച്ചു if ക്ലോസ് എന്ന് വിളിച്ചു. ഒന്നാമത്തെ ഭാഗത്തെ എന്ത് വിളിച്ചു? if ക്ലോസ് എന്നാണ് വിളിച്ചത്. ഒന്നാമത്തെ ഭാഗത്തെ if ക്ലോസ് എന്ന് വിളിച്ചു. ഒന്നാമത്തെ ഭാഗത്തെ if ക്ലോസ്. രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ വിളിച്ചു, എന്താ വിളിച്ചത്? മെയിൻ ക്ലോസ്. രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ ക്ലോസ്. രണ്ടാമത്തെ ഭാഗത്തെ വിളിച്ച പേര് മെയിൻ ക്ലോസ്. കണ്ടീഷൻ ക്ലോസിന് എത്ര ഭാഗങ്ങളുണ്ട്? രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. ഒന്ന് if ക്ലോസ്, അടുത്തെന്താണ്? മെയിൻ ക്ലോസ്. if ക്ലോസ് ഉണ്ട്, മെയിൻ ക്ലോസ് ഉണ്ട്. ഈ if ക്ലോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. if you see comma to I will go. If you see I will go. ഈ സെന്റൻസിന് ഒരുമിച്ച് നമ്മൾ ഇവിടെ എഴുതുകയാണ്. If you see I will go. ഇങ്ങനെ ഈ രണ്ട് സെന്റൻസുകൾ കൂടി ചേരുകയാണ്. അതായത് ഒന്ന് ഈഫ് വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകളെ, വാക്കിനെ നമ്മൾ എന്ത് എന്ന് വിളിച്ചു? if ക്ലോസ് എന്ന് വിളിച്ചു. കോമയ്ക്ക് ശേഷമുള്ള ഈ വാക്കിനെ നമ്മൾ എന്ത് വിളിച്ചു? പറയാ, എന്താ വിളിച്ചത്? മെയിൻ ക്ലോസ് എന്ന് വിളിച്ചു. if ക്ലോസും മെയിൻ ക്ലോസും. if ക്ലോസ് എന്താണ്? ഈഫില് തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? if ക്ലോസ് എന്ന് പറയാം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫിന് ശേഷമുള്ള വാക്കുകൾ, അഥവാ എന്താ പറയാ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. നോക്കൂ, ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബിലാണ് ഈ സെന്റൻസ് തന്നിട്ടുള്ളത്. അതാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ ക്ലോസ്. ഐ വിൽ ഗോ ഹോം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തായി? സബ്ജക്റ്റായി, വെർബായി, എന്തുമായി? ഒബ്ജക്റ്റും ആയി. ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി ഞാനൊന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി തരാം. ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ എന്തായിട്ട് മാറിയത്? എളുപ്പമായിട്ട് മാറിയത്. അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനൊരു അവസരം തന്നെ, എനിക്കിത് പറഞ്ഞു തീർക്കണ്ടേ?
പറഞ്ഞു തീർക്കാതെ ഒരു സാധനം ടഫാണെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. വളരെ സിമ്പിൾ ആണ്. കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ 100% നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത പരീക്ഷയ്ക്കുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും സാധനം ഉണ്ട്. ഓരോ മാർക്കും നമുക്ക് ജോലി അടുത്തെത്തിക്കും. ഓരോ മാർക്കും നമുക്ക് ജോലി അടുത്തെത്തിക്കും. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസ് ഞാൻ എഴുതി. കണ്ടീഷൻ ക്ലോസിന് 2 ഭാഗങ്ങളുണ്ട്, ലീഫ് ക്ലോസും മെയിൻ ക്ലോസും. ഞാനൊരു ഉദാഹരണം എഴുതി ഇവിടെ. ഇഫ് യു ഗോ ഐ വിൽ ഗോ. എന്താണ് സെന്റൻസ്? ഇഫ് യു ഗോ ഐ വിൽ ഗോ. എന്ത് വേണമെങ്കിലും ഇവിടെ വെർബുകൾ മാറി മാറി ഉപയോഗിക്കാം. അതൊന്നും ഒരു വിഷയം അല്ല. നമുക്ക് ആൻസർ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ ഇതിനെ വിളിച്ചു ടൈപ്പ് 1. എന്താണ് വിളിച്ചത്? ടൈപ്പ് 1. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ടൈപ്പ് 1 ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. എന്താണ്? ടൈപ്പ് 1. അടുത്തത് ടൈപ്പ് 2. അടുത്തത് ടൈപ്പ് 3. ഇത്രയും ആണ് എവിടെ ചോദിക്കാറുള്ളത്? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇത്രയുമാണ്. ഞാൻ പറഞ്ഞു ഇതെനിക്കൊന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയം നിങ്ങൾ തരണം. ഇതിന്റെ ട്രിക്ക് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല, ആദ്യം തന്നെ ട്രിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു തോന്നുന്നു. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. ടൈപ്പ് 1 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ ടൈപ്പ് 2ന്റെ ഇവിടെ എഴുതുകയാണ്. ഇഫ് യു വെന്റ് ഐ വുഡ് ഗോ. ഐ വുഡ് ഗോ. ഇപ്പൊ ടൈപ്പ് 2ലേക്ക് മാറിയ സെന്റൻസ്. ഇനി ഈ ടൈപ്പ് 1നെ 2നെ എന്തിലേക്ക് മാറ്റുകയാണ്? ടൈപ്പ് 3ലേക്ക് മാറ്റുകയാണ്. നോക്കൂ. ഇഫ് യു ഹാഡ് ഗോൺ. ഇഫ് യു ഹാഡ് ഗോൺ. ഇഫ് യു ഹാഡ് ഗോൺ ഐ വുഡ് ഹാവ് ഗോൺ. ഐ വുഡ് ഹാവ് ഗോൺ. ഇപ്പൊ കണ്ടീഷൻ ക്ലോസിന് 3 ഭാഗങ്ങളുണ്ട്. കണ്ടീഷണൽ ക്ലോസിന് 2 ഭാഗങ്ങൾ പറഞ്ഞു. 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. കണ്ടീഷൻ ക്ലോസിനെ ഇനി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം. ഏതൊക്കെയാണ്? ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ട്രിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ കറക്റ്റിത്തല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു മെത്തേഡ്. നോക്കൂ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1ലെ സെന്റൻസ് നോക്കൂ. ഇഫ് യു. ഇതിലെല്ലാത്തിലും ഏത് കോമൺ ആണ്? ഇഫ് യു കോമൺ ആണ് അല്ലേ? അപ്പൊ ഇനി വ്യത്യാസം എവിടെയാണ്? ഇവിടെയാണ് എന്തുള്ളത്? വ്യത്യാസം ഉള്ളത്. അതായത് ഇതിനെ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാൻ പോകുകയാണ്. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നോക്കാം. ടൈപ്പ് 1. ടൈപ്പ് 1 ഫസ്റ്റ് എന്താണ് എഴുതിയിട്ടുള്ളത്? ഇഫ് അല്ലേ? ഇഫ് അല്ലേ? പിന്നീട് എന്താണ് എഴുതിയിട്ടുള്ളത്? യു. യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. അടുത്തതോ ഗോ എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? വെർബാണ്. വെർബിന്റെ ഏത് ഫോമാ? V1 പഠിച്ചിട്ടില്ലേ? V1ഉം V2, V3 ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്തിന്റെ കാര്യമാണ്? പഠിച്ച കാര്യം. അടുത്തത് എന്താണ്? സബ്ജക്റ്റ് ആണ്. പിന്നെന്താണ്? വിൽ പ്ലസ് V1 ആണ് അല്ലെ? വിൽ പ്ലസ് V1. അപ്പൊ ടൈപ്പ് 1ലേക്ക് മാറ്റാനുള്ള ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ് ടൈപ്പ് 1ലേക്ക് മാറ്റാനുള്ള ട്രിക്ക്? ഇതിലേക്ക് മാറ്റിയ എന്തിലേക്ക്? ഇഫ് ഈ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈപ്പ് 1 കിട്ടും. ഇനി ടൈപ്പ് 2. ടൈപ്പ് 2 നോക്കൂ. ഇഫ് അടുത്തെന്താണ്? സബ്ജക്റ്റ് ഏതാ ഫോം? ഏതാണ്? V2 ആണ്. ഈ സാധനം എന്താണ്? V2 ആണ്. അടുത്തതോ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് എന്താണ് വരിക? V1. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടൈപ്പ് 2 കിട്ടി. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം കൂടി എഴുതി കഴിഞ്ഞു.
ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. അടുത്തത് ടൈപ്പ് 3. ടൈപ്പ് 3 ഇതേപോലെ തന്നെ ഇഫ് സബ്ജക്റ്റ് പിന്നെന്താണ് ഹാഡ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് എന്താണ് V3 സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ നമുക്ക് തന്ന സെന്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിന്റെ റൂളിലേക്ക് മാറ്റിയപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്നാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. ഈ റൂൾ മതി, ഇത് വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു ട്രിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പറഞ്ഞ് തീരുന്ന വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് വരും, ഇവിടെ ഹാഡ് നിർബന്ധമായിട്ടും ചേർക്കണം. ഈ റൂള് ഈ റൂളിൽ എന്തില്ല, മാറ്റം ഇല്ല. ഇനി ഉത്തരം തരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ആൻസർ ഓപ്ഷനുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാന്നുള്ളത്. കൺഫ്യൂഷൻ അടിക്കണ്ട. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം തരുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം തരും, ഒരു ഭാഗം തരില്ല. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഇഫ് യു ഗോ I dash. I dash. If you go, I dash. Question ആണ്. Option A, B, C, D. നോക്കാം. Would go. Would have gone. Go. Will go. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ ഇഫ് യു ഗോ എന്ന സെന്റൻസ് ഉണ്ടല്ലോ. ഇതില് ഗോ എന്ന് പറയുന്നത് ഏത് ഫോമാണ്? V1 അല്ലേ? അപ്പൊ V1 അല്ലേ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഇതല്ലേ V1. അപ്പൊ ഈ സെന്റൻസ് ഇതാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് എന്ത് വേണം? വില്ല് പ്ലസ് V1. അതാണ് V1 തരികയാണെങ്കിൽ എന്താണ് വരുന്നത്? വില്ല് പ്ലസ് V1. ആൻസർ ഏതാ? 4 ആൻസർ. ഇതല്ലേ ഇപ്പൊ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും മനസ്സിലാവണില്ല, ടഫ് ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ടഫാണോ? ഇപ്പൊ പ്രയാസമുണ്ടോ? അപ്പൊ അതാണ് പറഞ്ഞത്. ഒരു കാര്യവും നമുക്ക് എന്താ പറയാ പറഞ്ഞു തീർന്ന് വായിച്ചു തീർന്നവരെ ഒന്നും അറിയില്ല, കൺഫ്യൂഷനാണ്. പറഞ്ഞു തീർന്ന് വായിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്താണ് വളരെ എളുപ്പമാണ്. പഠിക്കാത്തോടത്തോളം കാലം എന്താണ് എല്ലാം ബുദ്ധിമുട്ടാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോ ആദ്യമായിട്ട് കേൾക്കുമ്പോ എല്ലാം എന്തായിരിക്കും പ്രയാസം ആയിരിക്കും. പിന്നീട് അതങ്ങട് ശീലമായി. ഇപ്പൊ ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ എന്താണ് V1 ആണോ നോക്കുക, ആണെങ്കിൽ എന്തായിരിക്കും വരിക? വില്ലായിരിക്കും വരിക. ഇത് കുറച്ചധികം ക്വസ്റ്റ്യൻ പറയേണ്ടി വരും, കാരണം 100% ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. ആ രീതിയിൽ തന്നെയാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? ഇഫ് യു study dash dash 1 2 3 4 asked will ask would ask
കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പൊ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആൻസർ പറയുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞ ആൾക്കാർ, ആദ്യം ടഫ് എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ തുടങ്ങി. നോക്കൂ, ഇവിടെ ഇഫ് യു സ്റ്റഡി, സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? B1 ആണ് അല്ലെ. അതിന്റെ B2 B3 ഫോം എന്താണ്? സ്റ്റഡി. B1. അതിന്റെ B2 ഫോം എന്താണ്? സ്റ്റഡീഡ്. സ്റ്റഡീഡ് B2 ഫോം ആണ്. അതിന് B3യും സെയിം ആണ്. B3യും എന്ത് തന്നെയാണ്? സ്റ്റഡീഡ് എന്ന് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം സ്റ്റഡി എന്ന വാക്കല്ലേ ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. സ്റ്റഡി എന്ന വാക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? B1 ഫോം അല്ലേ? B1 ഫോം ആണെങ്കിൽ എന്താണ് പുറത്ത്? ഇവിടെ ബ്ലാങ്ക് തന്നിട്ടില്ലേ? അതിന്റെ അർത്ഥം ബ്ലാങ്ക് ഇവിടെ ഉണ്ട്. വിൽ പ്ലസ് B1. ഏതാ ആൻസർ? ആൻസർ ഏതാ വരിക? 1, 2, 3, 4? ഒന്ന് വരെ നോക്കിക്കേ. ഏതാണ് ആൻസർ വരിക? 3 ആണ് ആൻസർ വരിക. എന്താണ് ആൻസർ വരിക? ആൻസർ 3ാമത്തെയാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇഫ് യു റോട്ട്, ഇഫ് യു റോട്ട്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്, റോട്ട്, റിട്ടൺ. B1 B2 B3, B1 B2 B3. അപ്പൊ ഇഫ് യു റോട്ട്, ഇഫ് യു റോട്ട്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഐ ഡാഷ് 1, 2, 3, 4 will write would write writes. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരിക? ഞാൻ പറഞ്ഞ കറക്റ്റാണ്. എന്തായിരിക്കും ആൻസർ? ഇഫ് യു റോട്ട്. എന്താ റോട്ട്? റോട്ട് എന്ന് പറയുമ്പോ ഏതാണ്? റോട്ട് എന്ന് പറയുമ്പോ ഏതാണ്? ഇതല്ലേ B2 അല്ലേ? അപ്പൊ B2 ഇവിടെ എവിടെ വന്നെന്ന് നോക്കുക. ഇതാണ് ആള് B2 ആണ്. B2 ആവുമ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടേക്ക് പോകണം. കണ്ടോ? വെരി ഗുഡ്. അപ്പൊ 2ാമത്തെയാണ് ആൻസർ വരിക അല്ലേ? 2ാമത്തെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. വളരെ ഈസിയാണ്. ഒരു റൂളും പഠിക്കണ്ട. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ച്, ഈ ടേബിൾ അങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഒരു നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഇല്ല. കേറാണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. If you saw, if you saw I dash 1, 2, 3, 4 will take would take takes. ഏതാണ് ആൻസർ വരിക? അപ്പൊ സോ എന്ന് പറയുമ്പോ ഏതാണ്? B2 അല്ലേ? B2. അത് ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സി, സോ, സി. അപ്പൊ B1 B2 B3. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനില് സോ. സോ എന്ന് പറയുമ്പോ ഏതാണ്? B2 ആണ്. B2 വരുമ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? would plus B1. അപ്പൊ ഇവിടെ would plus B1 ഏതിലാണ് കിടക്കുന്നത്? 3ാമത്തേതിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. അത് കുഴപ്പമില്ല. അടുത്തൊരു എക്സാമ്പിൾ തരാം. ഓക്കെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. If you
ആസ്ക്ഡ് went. If you went, if you went, I dash. 1 2 3 4. Would go, will go, would have gone, had gone. എന്തായിരിക്കും വരിക? ഇവിടെ ശ്രദ്ധിക്കുക. went, go, went, gone. P1, P2, P3. ഏതാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ക്വസ്റ്റ്യനിൽ ഏതാണ്? V2 ആണ്. V2 ആണെങ്കിൽ എന്ത് വരും? would പ്ലസ് V1. അപ്പോ ഏതാണ് ആൻസർ വരിക? ഒന്നാമത്തെയാണ് ആൻസർ ആയിട്ട് വരിക. ഒന്നാമത്തെയാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിരുന്ന കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. If you had gone, if you had gone, I dash. 1 2 3 4. Will go, would go, would have gone, go. വളരെ എന്താണ് ഇത്രയും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആൻസർ വരുന്നത് അല്ലെ? നിങ്ങൾ ഭയങ്കര ടഫാണ്, ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതി തീരുന്നതിന് മുന്നേ ആൻസർ വരികയാണ്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ഉണ്ടായാൽ മതി. വളരെ ഈസിയാണ്, നമുക്ക് ഇതൊന്നും പ്രയാസമല്ല. നോക്കൂ എങ്ങനെ പരീക്ഷയ്ക്ക് ചിന്തിക്കുക. ക്വസ്റ്റ്യൻ കാണുന്നു, ഈഫ് വെച്ചിട്ടുള്ളത്. ഈഫ് കണ്ടോ? ഈഫ് കണ്ടില്ലേ? അപ്പൊ ഈഫ് കാണുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? ഹാഡ് ഉണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്? V3 ഉണ്ട്. ഇതാ ഹാഡ്, ഇതാ V3 അല്ലേ? അല്ലേ? ഹാഡ് ഉണ്ട്, V3 ഉണ്ട്. ഹാഡും V3യും ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? would have plus V3, would have plus V3. അപ്പൊ would have ഇത് ഏത് ഫോമാണ്? V3 ഫോം അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് ആൻസർ? ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. If you had taken I dash, would take, would have taken, had taken, will take. If you had taken, അപ്പൊ ഇതിൽ എന്ത് വന്നു? had plus V3. അതായത് എന്താണ്? had plus V3, had plus V3. had plus V3 വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? would have V3. ഏതായിരിക്കും വരിക? 1 2 3 4. നോക്കൂ, had plus V3 ആണ്. had plus V3 ആണ്. ഏതായിരിക്കും വരിക? 1 2. ആ കാര്യം നമ്മൾ നടക്കൂല. എന്താണ് ഇവിടെ ശ്രദ്ധിക്കുക? had plus V3 ആണ്. ഏതാണ്?
ഹാഡ് പ്ലസ് V3. ഇതാ ഹാഡ് പ്ലസ് V3. ഹാഡ് ഉണ്ടെങ്കിൽ എന്ത് വരും? വുഡ് ഹാവ് ഉണ്ടാവും. ഇവിടെ വുഡ് ഹാവ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ് വന്നിട്ടുള്ളത്. വുഡ് ഹാവ് പ്ലസ് V3. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? എഴുതിയെടുക്കണം. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് എങ്ങനെ തന്നു കഴിഞ്ഞാലും ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് തരും, ഇത് എഴുതലാണ്. തിരിച്ചാണ് ക്വസ്റ്റ്യൻ തരുന്നത്. പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. ഇനി ഉള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. If you dash I will come. If you dash, ഇപ്പൊ ഇവിടെയാണ് ബ്ലാങ്ക് വന്നത്. അപ്പൊ റിവേഴ്സ് ആയിട്ട് ചിന്തിക്കണം. എന്താണ് വരിക? Go, will go, would go, had go. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് തന്നിട്ടില്ല, ഈ സാധനം നിങ്ങൾക്ക് തന്നിട്ടില്ല. എവിടെ തന്നിട്ടുണ്ട്? ഇത് തന്നിട്ടുണ്ട്. അപ്പൊ വില്ല് പ്ലസ് V1. വില്ല് എവിടെയുള്ളത്? ഇതല്ലേ വില്ല് എന്ന് പറയുന്നത്. ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? V1 വരണം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 1, 2, 3, 4. 1 അല്ലേ? 1 ആൻസർ ആയിട്ട് വരിക. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ. If they dash I will ask. എങ്ങനെയായിരിക്കും വരിക? രണ്ട്, 3, 4. Take, took, will take, would take. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ എന്തുണ്ട്? വില്ലുണ്ട്. വില്ല് ഇവിടെ അല്ലേ? അല്ലേ? അപ്പൊ വില്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? V1 ആണ് വരിക. ഇവിടെ V1 എന്തിൽ ഏതാണ്? ഏതില്ല? V1 എന്ന് പറയുന്നത് V1 ആണ് വേണ്ടത്. V1 എന്ന് പറയുമ്പോൾ ഏതാണ്? ടേക്ക്. V2 എന്താണ് വരിക? ടുക്ക്. V3 എന്താ വരിക? ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. എങ്ങനെയായിരിക്കും? ഏതായിരിക്കും ആൻസർ വരിക? എങ്ങനെ രണ്ടാമത്? ഇവിടെ നോക്കൂ, വില്ലല്ലേ? അല്ലേ? വില്ല് എന്ന് പറയുമ്പോ ഇതല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരണം? V1 വരണം. V1 തന്നെ സാധനം. അപ്പൊ ഇതിൽ ഏതാ? 1 ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? ഈ സാധനമാണ് ആൻസർ ആയിട്ട് വരിക. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൗട്ടുകൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നും കൂടി ഈ ഇക്വേഷന് നമുക്കൊന്ന് ചുരുക്കി എഴുതാം. ഈ ക്വസ്റ്റ്യൻ V1 വരികയാണെന്നുണ്ടെങ്കിൽ, V1 ആണെങ്കിൽ എന്ത് വരും? വിൽ പ്ലസ് V1. അതിന് മുകളിലത്തെ ഈ ഭാഗം ഞാൻ ഒന്ന് ചുരുക്കി എഴുതുക. ചുരുക്കി. ഇനി അടുത്തത് എന്താണ്? V2 വരികയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഗുഡ് പ്ലസ് V1. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗുഡ് ഹാവ് പ്ലസ് V3. ഇതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്
ആകെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. കേറാറുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എന്ത് ചെയ്യാൻ ഇടേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടാവും. നോക്കാം അടുത്തത്. ദേ ഡാഷ് if they I would take. If they dash I would take. ഒന്ന് ടേക്ക്, രണ്ട് ടുക്ക്, മൂന്ന് ടേക്കൺ, നാല് വിൽ ടേക്ക്. നോക്കൂ, ഇവിടെ എന്തുണ്ട്? വുഡ് ടേക്ക്, വുഡ് V1, അപ്പൊ V2 രണ്ടാമത്തെ. അപ്പൊ ആൻസർ എന്താണ്? രണ്ടാമത്തെ ആയിരിക്കും ആൻസർ വരിക. കുറെ ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് ചെയ്യുമ്പോഴാണ്, ഓരോ ഇംഗ്ലീഷ് എന്നല്ല എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അടുത്തത് നേരെ തിരിച്ച്. I would have gone if they I would have gone if they ഒന്ന്, രണ്ട്, മൂന്ന്, നാല് started, had started, will start, would start. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എന്തുണ്ട് ഇതിന്? വുഡ് ഹാവ് ഉണ്ട്. എന്തുണ്ട്? വുഡ് ഹാവ് ഉണ്ട്. വുഡ് ഹാവ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വുഡ് ഹാവ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഹാഡ് ഉണ്ടാവണം. അപ്പൊ എന്താ വരിക? രണ്ടാമത്തെയാണ് ആൻസർ വരിക. രണ്ടാണ് ആൻസർ ശരി. ഓക്കെ അല്ലേ?